വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. മാർട്ടിൻ, മുൻപുണ്ടായ പ്രളയത്തിൽ നിന്ന് ഒരു പാഠവും നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ടയിലെ സാഹചര്യം കണ്ടപ്പോൾ മനസ്സിലായത്. വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളില്ല. മുൻപ് എവിടെയൊക്കെ വെള്ളം കയറിയോ അവിടങ്ങളിലൊക്കെ അതേപോലെ വെള്ളം കയറുന്ന അവസ്ഥ. എവിടെയും എന്തെങ്കിലും തരത്തിലൊരു പ്രത്യേക മുന്നൊരുക്കം നടത്തിയതായി നമ്മൾ കണ്ടിട്ടില്ല. വലിയ ഭയാനകമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ട കടന്നു പോകുന്നത്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ മഴയില്ലെങ്കിലും ആശങ്ക പൂർണ്ണമായിട്ടും പെയ്തൊഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ജില്ലയിലെ പൊതുവായുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ് മാർട്ടിൻ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം വിജിനും രജീഷും പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഇപ്പം ഒരു ആശ്വാസത്തിൻ്റെ ഒരു പുലർച്ച എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പത്തനംതിട്ടയെ തകർത്ത് കളഞ്ഞത് പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലകളിലുണ്ടായ അതിശക്തമായിട്ടുള്ള മഴയും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ തന്നെയാണ്. അതായത് വനപ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകളാണ് ഇത്തരത്തിൽ പത്തനംതിട്ടയെ തകർത്ത് കളഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ അവിടെയുള്ള ജനപ്രതിനിധികളും മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ആ പ്രദേശങ്ങൾ പൊതുവെ ശാന്തമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മഴ പൊതുവെ കുറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. മറ്റ് ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന വെള്ളമാണ് കഴിഞ്ഞ ദിവസം അവിടെ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് പമ്പയാറ്റിലൂടെയും അച്ചൻകോവിൽ ആറ്റിലൂടെയും ഒഴുകി വരുന്ന വെള്ളമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയെയും റാന്നിയെയും കോന്നിയെയും ഈ ആറന്മുളയും എല്ലാം മുക്കിക്കളഞ്ഞത്. എന്തായാലും ഇപ്പോൾ അവിടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തത് തീർച്ചയായിട്ടും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സ്ഥിതി തുടരുകയാണെന്നുണ്ടെങ്കിൽ ആറന്മുളയിലും തിരുവല്ലയിലുമെല്ലാം വെള്ളം ഇറങ്ങാനുള്ളൊരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. എന്തായാലും പൊതുവെ നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മുന്നറിയിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് കാലാവസ്ഥാ വകുപ്പ് തീർച്ചയായിട്ടും നൽകുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. മാത്രമല്ല കിഴക്കൻ മേഖലകളിലോട്ടുള്ള യാത്രകളും ഇതിനോടകം തന്നെ നിരോധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലെ യാത്രകളും നിരോധിച്ചിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ പോലും പൊതുവെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കുറച്ചുകൂടെ ശാന്തമാണ് എന്നുള്ളതാണ്. ജനങ്ങൾ സാധാരണഗതി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല റാന്നി പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ടായതും വെള്ളം ഉയർന്നൊരു സാഹചര്യമുണ്ടായത്. ആ പ്രദേശങ്ങളിലെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായി. ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇനി നഷ്ടങ്ങളുടെ കണക്കെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. കാരണം റാന്നി പ്രദേശങ്ങൾ വലിയ തോതിൽ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും കടകളടക്കം മുങ്ങിപ്പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓണ വിപണിയെ മുൻനിർത്തി എത്തിച്ചിരുന്ന നിരവധി ലക്ഷക്കണക്കിന് സാധനങ്ങൾ നശിച്ചു പോവുകയും ഒഴുകിപ്പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം റാന്നി മേഖലകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നഷ്ടങ്ങളുടെ ഒരു കണക്ക് കൂടി നമ്മൾ ഇനി എടുക്കേണ്ടി വരും. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുവെ സ്ഥിതിഗതികൾ കുറച്ച് ശാന്തമാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ നിരവധി ക്യാമ്പുകൾ ഇപ്പോൾ രജേഷ് പറഞ്ഞതുപോലെ തന്നെ 100-ലധികം ക്യാമ്പുകൾ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. അവിടങ്ങളിലെല്ലാം ഇപ്പോഴും ആളുകൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ക്യാമ്പുകൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പലവിധ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം നിലവിൽ പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ആളുകൾക്ക് ആ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇനി ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആളുകൾക്ക് പ്രതിരോധ മരുന്നുകൾ നൽകേണ്ടതുണ്ട്. മറ്റ് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനുശേഷമുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, ശുചീകരണമായാലും വെള്ളം ഇറങ്ങിപ്പോയാലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പത്തനംതിട്ട ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ